എല്ലാവർക്കും എജ്യൂക്കേണ്ട പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ പാർട്ട് 18th വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ആയിരിക്കും നോക്കാൻ പോകുന്നത്. അതായത് ബെൻസീൻ കുറച്ച് കോമൺ റീജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്ത് പ്രൊഡക്റ്റ് കിട്ടുമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബെൻസീനും റിയേജൻറ്റ് കിട്ടും. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് ബെൻസീനിൽ ഓൾറെഡി ഏതൊരു ഗ്രൂപ്പ് പ്രസൻ്റ് ആണോ, ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രസൻ്റ് ആണോ എന്ന് നോക്കണം. ആ ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ അതോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ നോക്കണം. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഏതാ, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഏതാ, എന്തോ ആണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ബെൻസീൻ റിങ്ങിൻ്റെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഇൻകമ്മിങ് ഗ്രൂപ്പിനെ ആ ഒരു പൊസിഷനിലോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ ബെൻസീൻ്റെ മെറ്റാ പൊസിഷനിൽ പോയി അറ്റാക്ക് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടോ നോക്കണം. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യണം. സപ്പോസ് ബെൻസീന് ഗ്രൂപ്പ് ഒന്നുമില്ല, വെറും ബെൻസീനോ റിങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബെൻസീൻ്റെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് കാർബണിൻ്റെ പൊസിഷൻ, ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എന്ത് ന്യൂക്ലിയോഫൈൽ ആണെന്ന് വെച്ചാൽ ഇലക്ട്രോഫൈൽ ആണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ മതി. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ നോക്കണം. അതനുസരിച്ച് ഇലക്ട്രോഫൈലായിട്ട് അറ്റാക്ക് ചെയ്യണം. സ്റ്റെപ്പ് 3 കോമൺ റിയേജൻസ് പറയുകയാണ്. ഹാലജൻ വിത്ത് ഇതാണ് കോമൺ ആയിട്ട് ബെൻസീനുമായിട്ട് ആക്ട് ചെയ്യുന്ന റിയേജൻറ്റ്. ഹാലജൻ ആണ്. അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അയൺ അല്ലെങ്കിൽ ഫെറിക്കും പിന്നെ ഹാലജനും, അതിനാണ് അലൂമിനിയം ക്ലോറൈഡ് അല്ല, അലൂമിനിയം വിത്ത് സംതിങ് ഹാലജൻ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള റീജൻസ്. ഈ റീജൻസ് ആണ് ബെൻസീൻ്റെ കൂടെ കോമൺ ആയിട്ട് ആക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു റീജൻസ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ Cl2Al Cl3 ഇത് അലൂമിനിയം ക്ലോറൈഡ് ആണ്. ഈ എക്സിനൊക്കെ ക്ലോറിൻ്റെ സ്ഥലത്ത് എന്ത് വേണമെങ്കിലും വരാമെന്നാണ്. ക്ലോറിൻ Cl ഇങ്ങനെയല്ലേ ബോണ്ട്. Al3 വരുമ്പം ബോണ്ട് ഹെട്രോജീനിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ 2 ഇലക്ട്രോണും ഒരു ക്ലോറിൻ കൊണ്ടുപോകും. അപ്പോൾ എന്താവും, ഒരു ക്ലോറിന് പോസിറ്റീവ് ചാർജും വരും, മറ്റേ ക്ലോറിന് നെഗറ്റീവ് ചാർജും വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇതെന്താണ്, ഇതൊരു ഇലക്ട്രോഫൈൽ അല്ലേ. ഇലക്ട്രോഫൈൽ ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യും. കാരണം എന്താണ്, ബെൻസീൻ റിങ് ഇലക്ട്രോൺ റിച്ച് സോഴ്സ് ആണ്. കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോഫൈലിന് ഇലക്ട്രോൺ വേണം. അപ്പോൾ ഇലക്ട്രോൺ ഉള്ള ബെൻസീൻ റിങ്ങിൽ പോയി അറ്റാച്ച് ചെയ്യും. ഏത് പൊസിഷനിൽ പോയി അറ്റാച്ച് ചെയ്യും. ബെൻസീൻ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ടോ നോക്കണം. ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ പോയി അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂഷ്വലി ഈ ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ എഴുതാറുള്ളത്. ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. സപ്പോസ് ഈ റിയാക്ഷൻ നോക്കുക, ബെൻസീനാണ്, ബെൻസീൻ്റെ റിയാക്ഷനാണ്. Cl2 ആണ്, ഇവിടെ Cl2 ആയിരുന്നു. ബട്ട് Al3ൻ്റെ സ്ഥലത്ത് H ന്യൂ ആണിത്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സൺലൈറ്റ് എന്നാണ്. സൺലൈറ്റ്. ലൈറ്റിൻ്റെ പ്രസൻസ് ക്ലോറിൻ റിയാക്ട് ചെയ്യുവാണ് ബെൻസീനുമായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടും. ബെൻസീൻ്റെ ഡബിൾ ബോണ്ട് എല്ലാം പോവും. അതിൻ്റെ സ്ഥലത്ത് 6 ക്ലോറിൻ വരും. ഇതിനെ ഹെക്സാക്ലോറോ ഹെക്സോൺ എന്ന് പറയും, സൈക്ലോ ഹെക്സോൺ എന്ന് പറയും. ഹെക്സാക്ലോറോ സൈക്ലോ ഹെക്സൈൻ എന്ന് പറയാം. അപ്പം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം ഇതാണ്, ബെൻസീൻ Cl2Al3 റിയാക്റ്റീവ് ആണെങ്കിൽ വെറും ക്ലോറിൻ ഒന്ന് അറ്റാക്ക് ചെയ്യും. ബട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസില്ല അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ ഡബിൾ ബോണ്ട് എല്ലാം പോകും. പിന്നെ എല്ലാ പൊസിഷനിലും ഒരു ക്ലോറിൻ ആറ്റം വന്ന് അറ്റാച്ച് ചെയ്യും. RCl വിത്ത് Al3. ഇത് നേരത്തെ ഞാൻ റിയേജൻസ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു. ഇത് സ്പെസിഫിക് കേസാണ്. ഇത്രയേ ഉള്ളൂ. RCl ഇങ്ങനെയാണ്. Al3 വരുമ്പോൾ എന്താണ്, ഹെട്രോജീനിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ക്ലോറിൻ ബോണ്ടിലുള്ള 2 കാർബണുമായിട്ടും പോകും. അതിൽ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഫോം ആകുന്നത്, R പ്ലസും അതുപോലെ തന്നെ Cl മൈനസും. ഈ 2 പ്രൊഡക്റ്റ് അയോൺസ് ആണ് നമ്മൾക്ക് ഫോം ആകുന്നത്. ഇതിൽ ഏത് പോയി ഈ ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്യും. ഇത് പോവും. കാരണം എന്താണ്, ഇതാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ഇലക്ട്രോഫൈലാണ് ബെൻസീൻ റിങ്ങിൽ എപ്പോഴും അറ്റാക്ക് ചെയ്യാറുള്ളത്. ബെൻസീൻ റിങ്ങിൽ ഓൾറെഡി ഗ്രൂപ്പ് ഒന്നും പ്രസൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി എവിടെ വേണമെങ്കിലും
കൊണ്ട് ആർ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് യൂഷ്വലി ആർ അറ്റാച്ച് ചെയ്യുന്നത്. അടുത്ത ബ്രോമിൻ ഉണ്ട്. ഓൾറെഡി ബ്രോമിൻ പ്രസൻറ്റ്, ഓൾറെഡി ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. BR+ ആണ് ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. BR എന്ത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടാണ്. ബ്രോമിൻ അല്ല, ഏതൊരു ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്താലും ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഏത് പൊസിഷനിലാണ് വരേണ്ടത്? മെറ്റാ പൊസിഷനിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ബട്ട് ഹാലജൻ്റെ കേസിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. അപ്പം ബ്രോമിൻ എവിടെയൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യും? ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ പാരാ പൊസിഷനിലും വന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് 2 പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. ബെൻസീറിംഗ് ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. ഓർത്തോ പൊസിഷനിൽ ഒരു ബ്രോമിൻ വരും, അതുപോലെ തന്നെ പാരാ പൊസിഷനിൽ ഒരു ബ്രോമിൻ വരും. ഓർത്തോയിലും വരും, പാരയിലും വരും. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഓർത്തോയും പാര പ്രൊഡക്റ്റാണ് നമുക്ക് ഫോം ആകുന്നത്. ഹാലോജൻ്റെ എക്സെപ്ഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓർത്തോ പാര വരുവാണെങ്കിൽ ഏതാണ് മെജോറിറ്റി ഫോം ചെയ്യുന്നത്? പാരയാണ് മെജോറിറ്റി ആയിട്ട് മേജർ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അടുത്ത AlCl3 RC+OCl ആണ് നമ്മുടെ റിയേജൻറ്റ്. അപ്പോൾ RC+OCl. AlCl3 വരുമ്പോൾ എന്താണ്? ഹെട്രോജിനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ക്ലോറിൻ 2 ഇലക്ട്രോണുമായിട്ട് പോകും, എന്നിട്ട് Cl നെഗറ്റീവ് വരും, ഈ കാണുന്ന ഒരു പോസിറ്റീവ് ചാർജ് വരും. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും വരും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും വരും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും വരും, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട്. എന്നിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് പോയി ബെൻസീനിന് അറ്റാച്ച് ചെയ്യും. കാരണം എന്താണ്? ഇതല്ല ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. അപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്? ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടത്തില്ല നമുക്ക്. ഈ ഗ്രൂപ്പ് പോയി അറ്റാച്ച് ചെയ്യുന്നു. ഓൾറെഡി ബെൻസീൻ്റെ ഗ്രൂപ്പ് ഒന്നും പ്രസൻറ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കാർബൺ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. HNO3 H2SO4 വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, HNO3 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ബേസ് സ്പ്ലിറ്റ് ചെയ്യുന്ന കൂട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ വീഡിയോ ഈ സീരീസ് നമ്മൾ ചെയ്തായിരുന്നു. കാണാത്തതുണ്ടെങ്കിൽ കണ്ടാൽ മതി, മനസ്സിലായിക്കോളും. HNO3 ആസിഡാണ്, H+ ആണ് ആസിഡ് റിലീസ് ചെയ്യാറുള്ളത്. ബട്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പം ബേസ് സ്പ്ലിറ്റ് ചെയ്യുന്ന കൂട്ടാം. അതായത് OH- റിലീസ് ചെയ്യുന്ന തക്കമാണ് സ്പ്ലിറ്റ് ആകുന്നത്. അപ്പോൾ OH- NO2+ നമുക്ക് കിട്ടും. NO2+ ആണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. അതുകൊണ്ട് ബെൻസീൻ റിങ്ങിൽ NO2 പോയി അറ്റാച്ച് ചെയ്യുന്നു. എന്ത് പ്രൊഡക്റ്റാണ് നമുക്ക് ഫൈനലി ഫോം ആകുന്നത്? ബെൻസീൻ റിംഗ് കൊണ്ട് അതിലൊരു NO2 ഉണ്ട്. ഇത് നമ്മൾ എന്താണ് പറയുന്നത്? നൈട്രോബെൻസീൻ എന്നാണ് പറയുന്നത്. അടുത്ത റിയാക്ഷൻ ബെൻസീൻ റിംഗ് ഉണ്ട്, ഫ്യൂമിങ് H2SO4. ഫ്യൂമിങ് H2SO4 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതും ഒരു ബേസ് ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്? HNO3 H2SO4 വരുമ്പോൾ HNO3 ഒരു ബേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫ്യൂമിങ് H2SO4 വരുമ്പം H2SO4 ഒരു ബേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിലേത് പോയി അറ്റാച്ച് ചെയ്യും? ഇത് പോയി അറ്റാച്ച് ചെയ്യത്തില്ലേ? കാരണം എന്താണ്? ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. അപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുന്നത്? ബെൻസീൻ റിംഗ് ഉണ്ട്, അതിലൊരു SO3 ഉള്ളൂ, SO3H. ഇങ്ങനെ പ്രൊഡക്റ്റ് ഫോം ആവും. അടുത്ത ആൽക്കൈൽ ഹാലൈഡ് AlCl3. ആൽക്കൈൽ ഹാലൈഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആകുന്നത്? ക്ലോറിൻ റിലീസ് ആവും, ക്ലോറിൻ നെഗറ്റീവ് ചാർജുമായിട്ട് പോകും. ആൽക്കൈൽ ഗ്രൂപ്പിന് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ നമ്മുടെ ഇലക്ട്രോഫൈൽ എന്താണ്? CH3 CH2 പോസിറ്റീവ് ചാർജ്. ഇതാണ് നമ്മുടെ അടുത്ത ഇലക്ട്രോഫൈൽ. ഇവിടെ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ട്. എന്താണ്? OH ആണ്. OH എന്ത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ഓർത്തോയിലും പാരാ പൊസിഷനിലും ഡയറക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ നോക്കിയാൽ മതി, ഓയിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി H-നെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ടാണ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഏതൊക്കെ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യും? ഓർത്തോയും പാരയും. ബെൻസീൻ റിംഗ് ഒരു CH2 CH3 ഏത് പൊസിഷൻ വരും? ഓർത്തോ പൊസിഷനിൽ വരും. CH2 CH3. അടുത്ത CH2 CH3 ഏത് പൊസിഷനിൽ വരും? ഈ ഒരു പൊസിഷനിൽ വരും അല്ലേ. ഇത് ഓർത്തോ, ഇത് പാര. ഇതിലേതായിരിക്കും മേജർ? പാര ആയിരിക്കും മേജർ. ഓർത്തോയും പാരയും ഫോം ചെയ്യുമ്പോൾ പാര ആയിരിക്കും മേജർ. ഹൈഡ്രജൻ ബോണ്ട് ഫോം ആകുന്നില്ലേ? ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ആകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ അതുകൊണ്ട് പാരയാണ്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പാരയാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റുകൾ. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. AlCl3 CH3 C+OCl. ഈ ബോണ്ട് സ്പ്ലിറ്റ് ആവും.
Cl -ആയിട്ടും പോകും, ഈ കാർബണിലൊരു പോസിറ്റീവ് ചാർജും വരും അല്ലേ. ഇതാണ് നമ്മളിവിടുത്തെ ഇലക്ട്രോഫൈൽ. എവിടെയൊക്കെ വന്ന് അറ്റാച്ച് ചെയ്യും? ഓർത്തയിലും വരും, പാരയിലും വന്ന് അറ്റാച്ച് ചെയ്യും. അതെന്താണ്? CH3 എന്ത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പം ഓർത്തോയും പാരാ പൊസിഷനിലാണ് വരുന്നത്. ബെൻസീൻ റിംഗ് ഉണ്ട്, CH3 ഗ്രൂപ്പുണ്ട്, ഒരെണ്ണം ഓർത്തോ പൊസിഷനിൽ വരും, മറ്റേത് പാരാ പൊസിഷനിൽ വരും. ഇങ്ങനെ വരും. ഇതിലേതാണ് മേജർ? പാരാ പൊസിഷനാണ് മേജർ. മനസ്സിലായല്ലോ. നമുക്ക് കിട്ടുന്ന ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ ക്ലോറിൻ നെഗറ്റീവ് പോകുന്നു, ആൽക്കൈൽ പോസിറ്റീവ് ചാർജ് വരുന്നു. എപ്പോഴാണ് AlCl3 ഉള്ളപ്പം. എന്നിട്ട് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണോ നോക്കുക, അതനുസരിച്ച് കൊണ്ട് അറ്റാച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺസെപ്റ്റൊന്നും അല്ല. വെറും H2SO4 തന്നിരിക്കും. നേരത്തെ ഫ്യൂമി H2SO4 ആയപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? OH- HSO3+ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ആവും നമ്മൾ പറഞ്ഞു. വെറും H2SO4 ആണെന്നുണ്ടെങ്കിലും ഇത് OH- HSO3+ആയിട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഒരു H2SO4 ആക്ച്വലി H+ അയൺസ് അല്ലേ റിലീസ് ചെയ്യേണ്ടേ? H+ഉം പിന്നെ HSO4- ഇങ്ങനെയല്ലായിരുന്നു വരണ്ടേ? നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇലക്ട്രോഫൈൽ ഏതാണ്? ഇതല്ല ഇലക്ട്രോഫൈൽ. ഈ ഇലക്ട്രോഫൈൽ പോയി ഇവിടെ അറ്റാച്ച് ചെയ്താലും വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. കാരണം ഈ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ ഈ കോർണേഴ്സിൽ ഓൾറെഡി ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ മാറി ഈ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്താലും വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. പുതിയ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്താറുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. അത് വന്ന് അറ്റാച്ച് ചെയ്യും. ഏതൊക്കെ പൊസിഷനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഏത് ഗ്രൂപ്പാണ്? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഏത് പൊസിഷനിൽ വരും? മെറ്റാ പൊസിഷനിൽ. ഇതാണ് നമ്മുടെ മെറ്റാ പൊസിഷൻ. മെറ്റാ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താണ്? ബെൻസീൻ റിംഗ് ഉണ്ട്, C+O CH3 ഉണ്ട്. മെറ്റാ പൊസിഷൻ വന്ന് ഏത് അറ്റാച്ച് ചെയ്യുന്നു? സോറി, ഇതല്ല OH- അല്ല, HSO3+ ആണ് ഇലക്ട്രോഫൈൽ. അത് വന്ന് മെറ്റാ പൊസിഷനിൽ, അതായത് SO3H എന്ന് ഇവിടെ വരും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് മനസ്സിലായോ? H2SO4 നോർമലി സ്പ്ലിറ്റ്, അതായത് അയൺസ് H+ അയൺ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ H+ അയൺ ഇലക്ട്രോഫൈലായിട്ട് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്യില്ല. വ്യത്യാസമൊന്നും പുതിയ പ്രൊഡക്റ്റ് ഒന്നും ഫോം ആകുന്നില്ല. ബട്ട് H2SO4 ബേസായിട്ട് സ്പ്ലിറ്റ്, അതായത് OH- അയൺ റിലീസ് ചെയ്യുന്ന വിധം സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് കൺസിഡർ ചെയ്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ ഈ സ്പ്ലിറ്റിംഗ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിപ്പോൾ ഫ്യൂമിംഗ് H2SO4 ആയാലും നോർമൽ H2SO4 എന്നാണെങ്കിലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് പ്രൊഡക്റ്റ് നമ്മൾ എഴുതുന്നത്. Br2Fe. Br2 എങ്ങനെ സ്പ്ലിറ്റ് ആവും? 2 ഇലക്ട്രോണും ഒരു ബ്രോമിൻ കൊണ്ടുപോകും. അപ്പോൾ ഒരു ബ്രോമിന് പോസിറ്റീവ് ചാർജും കിട്ടും, ഒരു ബ്രോമിന് നെഗറ്റീവ് ചാർജും കിട്ടും. പോസിറ്റീവ് ചാർജുള്ള ബ്രോമിനാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. അത് പോയി ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്യും. അത്ര നമുക്ക് മനസ്സിലായി. ഏത് ഗ്രൂപ്പാണെന്ന് നോക്കണം? COH ആണ്, അതായത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഏത് പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യേണ്ടത്? മെറ്റാ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യേണ്ടത്. അതായത് ബെൻസീൻ റിംഗ് ഉണ്ട്, C+O ഉണ്ട്, H ഉണ്ട്. മെറ്റാ പൊസിഷനിൽ വന്നാണ് ബ്രോമിൻ അറ്റാച്ച് ആകുന്നത്. ഈസി അല്ലേ? അടുത്താണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പം ബെൻസീൻ്റെ ഒരു റിയാക്ഷൻ തന്നെയാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ റിയാക്റ്റൻ്റ് ബെൻസീനാണ്, അറിയാം. റിയേജൻറ്റ് കാർബൺ മോണോക്സൈഡ് HCl, അതിൻ്റെ കൂട്ടത്തിൽ AlCl3. ഇങ്ങനെയൊരു റിയേജൻറ്റും ബെൻസീൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ബെൻസാൽഡിഹൈഡ് ആയിരിക്കും. ബെൻസാൽഡിഹൈഡ് ആയിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ് ഫോം ആകുന്നത്. സോ ഇത് അത്രയേ ഉള്ളൂ ബെൻസീൻ്റെ റിയാക്ഷൻ. കോമൺ ആയിട്ടുള്ള റിയേജൻസ് എല്ലാം നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? ഹാലജൻ, ആൽക്കൈൽ ഹാലൈഡ് ഒക്കെ കണ്ടു. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് വെച്ച് എങ്ങനെ പ്രൊഡക്റ്റ് ബേസ് ചെയ്യാൻ നമ്മൾ കണ്ടു. നമ്മൾ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷനും കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സീരീസിലുള്ള ബാക്കി വീഡിയോസും കാണുക. താങ്ക് യു.